ഹലോ ഗൈസ്, എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സഹകരിക്കുക. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ തെക്കുവടക്കായി സ്ഥിതി ചെയ്യുന്ന നീലഗിരി കുന്നുകളിലെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തത്. രാജ്യത്തെ ഏറ്റവും നല്ല നിത്യഹരിത വനങ്ങളാണ് സൈലന്റ് വാലിയിലുള്ളത്. വ്യത്യസ്തങ്ങളായ വിവിധ ഇനങ്ങളിൽപ്പെട്ട സസ്യജന്തുജാലങ്ങൾ ഇവിടെ സുലഭമായി കാണപ്പെടുന്നു. മണ്ണാർക്കാട് നിന്ന് 20 കിലോമീറ്റർ മാറിയുള്ള മുക്കാലിയിൽ നിന്നാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലേക്ക് പോകുന്നത്. മുക്കാലിയിലേക്കുള്ള യാത്രാമധ്യയുള്ള വ്യൂ പോയിന്റിലെ പ്രകൃതി ഭംഗി അനുവചനീയമായ ഒരാനന്ദം കാഴ്ചക്കാരിൽ സൃഷ്ടിക്കും. യഹ്മത്ത് അട്ടപ്പാടി എന്ന പേരിൽ അട്ടപ്പാടിയുടെ ഭംഗി ഒപ്പിയെടുക്കുന്ന ചുവർചിത്രങ്ങൾ സന്ദർശകരുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും. ഗോത്ര സംസ്കാരം അതിന് തനിമ നഷ്ടപ്പെടാതെ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിലമ്പൂർ KSRTC ഡിപ്പോയുടെ പ്രത്യേകമായി തയ്യാറാക്കിയ ഉല്ലാസയാത്ര എന്ന ബസ് ഉപയോഗിച്ചാണ് ഞങ്ങൾ സൈലന്റ് വാലി യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. ഏറെക്കുറെ 12 മണിയോടടുപ്പിച്ച് മുക്കാലിയിൽ ഞങ്ങൾ 50 പേരടങ്ങുന്ന സംഘം എത്തിച്ചേർന്നു. ഇതിൽ അധ്യാപകരും കോളേജ് ജീവനക്കാരും ബാങ്ക് ജീവനക്കാരും ആയ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ ഈ യാത്രയിൽ ഞങ്ങളെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ ആദ്യമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ക്യാൻറ്റീനിലേക്ക് നീങ്ങി. അട്ടപ്പാടി ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സന്ദർശകർക്ക് കുറഞ്ഞ വിലയ്ക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് സമയം വിശ്രമിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഏറെക്കുറെ 1 മണിയോടുകൂടി ഞങ്ങൾ സൈലന്റ് വാലിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ സൈലന്റ് വാലിയിലേക്ക് യാത്ര ചെയ്യാൻ ആരംഭിച്ചു. 50 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘത്തിനായി ഒരു ബസ്സും 4 ജീപ്പുകളുമായിട്ടായിരുന്നു വനം വകുപ്പ് തയ്യാർ ചെയ്തിരുന്നത്. ഈ വാഹനത്തിലൂടെ ഞങ്ങൾ സൈലന്റ് വാലിയിലേക്ക് യാത്ര തിരിച്ചു. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ അടുത്ത കാലത്തായി കോൺക്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മഴക്കാലത്ത് വാഹനങ്ങൾ ഈ സന്ദർശനം നടത്തുന്നതിന് വേണ്ടി സൈലന്റ് വാലി സന്ദർശിക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കുറച്ച് സമയം വിശ്രമിച്ചു. അവിടെ നിന്ന് നമ്മുടെ ഗ്രൂപ്പ് ലീഡറായ JP എന്നറിയപ്പെടുന്ന ജയപ്രകാശ് ഞങ്ങൾക്ക് വേണ്ടി സൈലന്റ് വാലിയെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകുകയുണ്ടായി. ആ കടുവ 12 ചത്തുപോയാൽ കോഴിക്കോട് നഗരവാസി കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ കടുവ പോയാൽ എന്തുമ്പോഴേക്കും കാട്ടുപോത്തും മലാനും പെരുക്കും. ഉള്ള പുല്ലെല്ലാം തിന്നു വരും, അടുത്ത ഇലകൾ തിന്നു വരും. 3-ാം കൊല്ലാകുമ്പോൾ ഒരു മരത്തിൻ്റെ തൊലി ഇന്നാന്ന് പറയും. തൊലിന്ന മരമാണ്, തൊലി കൂടെ മോദിക്കുമ്പോൾ സൈലം ഫ്ലോ ഒക്കെ അവിടെ പഠിച്ചില്ലേ. അപ്പോൾ കടുവ പോയി 3-4 കാട് മുഴുവൻ ഉണങ്ങി കഴിഞ്ഞാൽ മഴ വെള്ളം പിടിച്ച് വെക്കില്ല. നീർച്ചാലുണ്ടാവില്ല, അരുവിണ്ടാവില്ല, തോടുണ്ടാവില്ല, പുഴയുണ്ടാവില്ല, നമ്മളതിൻ്റെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും കടുവേനെ ഓർക്കണം. നമ്മളെ മൂത്ത അമ്മാവനാണ് കടുവ. അത്രയും പ്രധാനപ്പെട്ട ജീവിയാണ്. അപ്പോൾ നമ്മളെ കോഴിക്കോട് ആ മാനഞ്ചിറക്കുറത്ത് വെള്ളം ഉണ്ടാവണമെങ്കിൽ നിലമ്പൂർ കാടിൽ 12 കടുവ ഉണ്ടാവണം. അപ്പോൾ നിലമ്പൂരിൽ 12 കടുവ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെടുങ്കയത്ത് T5 നമ്മൾ കടുവ നടക്കുന്നുണ്ട്, നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈലന്റ് വാലി കാണാൻ വരുമ്പോൾ ഇവിടുത്തെ കുറച്ച് മരങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ആവാസ വ്യവസ്ഥ കാണാൻ വന്നത്. അപ്പോൾ ഇവിടെ ഈ ഹാബിറ്റാറ്റ് നിലനിൽക്കേണ്ടത് നമുക്കല്ല, ഇനി എത്രയോ ആളുകൾക്ക് വേണ്ടിയുള്ള സമ്പത്താണ്. ഇവിടെ മോശമായതുകൊണ്ടാണ് ഇവിടെ അത്രയും സുന്ദരമായ എക്കൽ മണ്ണിൽ എന്തായി നിൽക്കുന്നത്, ഒരു രോഗകീടബാധ ഉണ്ടാവും. അപ്പോൾ അതിന് പക്ഷെ പ്ലാഷ് എന്നുള്ള മരത്തിൻ്റെ ഇലങ്ങൾ തെങ്ങുകളിൽ വീഴുകയാണെങ്കിൽ ഒരു പ്ലാഷ് നല്ല അതിൻ്റെ ഇല നന്നായി തോറുണ്ട്. പൊതുവണ്ണി കണ്ടില്ലെങ്കിൽ അതിൽ ഇലാറുണ്ടായി കഴിച്ചിട്ടുണ്ടോ? പൊതുവണ്ണി ഇല എല്ലാവരും അയച്ചിട്ടുണ്ട്. അത് നല്ല തിരിച്ച് ആ തിരിച്ച് നമുക്ക് അനുഭവമാണ്. അതുകൊണ്ട് കണ്ട് ചെറുപ്പടികൾ പ്രകൃതി പഠന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള നിലമ്പൂർ പ്രകൃതി പഠനത്തിൻ്റെ ഡയറക്ടർ കൂടിയായ ജയപ്രകാശ് യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. സൈലന്റ് വാലിയിലെ സൈലേന്ദ്രയിലെ വാച്ച് ടവറായിരുന്നു യാത്രക്കാരുടെ എല്ലാവരുടെയും ലക്ഷ്യം. 30 മീറ്റർ ഉയരത്തിലുള്ള ഈ വാച്ച് ടവർ
വാച്ച് ടവർ കയറിയാൽ ഏറെക്കുറെ സൈലന്റ് വാലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 125 അടി ഉയരത്തിലുള്ള ഈ ടവറിലേക്ക് കയറുക എന്നുള്ളത് ഒരു സാഹസികത തന്നെയാണ്. ഇവിടെയും പ്രകൃതിയെക്കുറിച്ച്, സൈലന്റ് വാലിയുടെ പരിസ്ഥിതികളെക്കുറിച്ച്, ആവാസ വ്യവസ്ഥകളെക്കുറിച്ച്, സസ്യജാലങ്ങളെക്കുറിച്ച്, വിവിധതരം സസ്യങ്ങളെക്കുറിച്ചും ജന്തുജാലങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ജയപ്രകാശ് ക്ലാസ് എടുത്തു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സൈലേന്ദ്രയിലാണ്. സൈലേന്ദ്രയിലുള്ള ഏറ്റവും മനോഹരമായ വാച്ച് ടവറാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. 30 അടി ഉയരത്തിലുള്ള ഈ വാച്ച് ടവറിൽ കയറുക എന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞ, സാഹസികത നിറഞ്ഞ ഒരു പരിപാടിയാണ്. 125 അടി ഉയരത്തിലുള്ള ഈ കെട്ടിടത്തിൻ്റെ, ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളത് വളരെ പേടിപ്പെടുത്തുന്ന, സാഹസികത നിറഞ്ഞ ഒരു പരിപാടി തന്നെയാണ്. നിങ്ങൾ ഇവിടുന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് 2-3 സ്റ്റെപ്പുകളായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ, താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ജയപ്രകാശ് സംഘാംഗങ്ങളോട് സംസാരിക്കുന്നത് കാണാൻ പറ്റും. നൂറ്റി 125 അടി ഉയരത്തിലുള്ള ഈ വാച്ച് ടവർ അത് 4 സ്റ്റേജുകളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഒരേ സമയം 10 സന്ദർശകർക്കാണ് ഇവിടെ കയറാൻ സാധ്യതയുള്ളത്. ധാരാളം യാത്രക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഗത്തുനിന്നുള്ള യാത്രക്കാരാണ്. അവരുമായി കുശലം സംസാരിക്കുകയാണ്. ഇവിടുന്ന് വീക്ഷിക്കുകയാണെങ്കിൽ സൈലന്റ് വാലിയുടെ മനോഹാരിത വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എങ്ങും പച്ചപ്പ് നിറഞ്ഞ, ഏറെക്കുറെ ഒരു 200 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ നോക്കത്താ ദൂരത്തോളം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത 3-ാം സ്റ്റേജിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കുത്തിനുള്ള കോണിയിലാണ്. ഒരു കൈ കൊണ്ട്, 2 കൈ കൊണ്ട് പിടിച്ചെങ്കിൽ മാത്രമേ ധൈര്യസമേതം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. 3-ാമത്തെ സ്റ്റേജും എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം 10 പേരിൽ കൂടുതൽ ഇതിൻ്റെ മുകളിൽ കയറാൻ സാധിക്കില്ല. നമുക്ക് ഇനിയും കയറാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇനിയും കയറണം. 10-15 മീറ്റർ ഇനിയും കയറേണ്ടതുണ്ട്. ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും അവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് രാജീവ് ഗാന്ധി 1984 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തതിൻ്റെ സ്തൂപമാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ സന്ദർശകർ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം സാധിക്കാത്ത ആളുകൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. സൈലന്റ് വാലിയുടെ മനോഹാരിത, ഏറ്റവും മനോഹരമായ സൈലന്റ് വാലി ഒരു കന്യകയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. എങ്ങും നോക്കത്താ ദൂരത്തോളം പച്ച നിറത്തിലുള്ള പച്ചപ്പാണ്. മേലാപ്പ്, ഭൂമിയെ മേലാപ്പ് ഒഴിഞ്ഞിരിക്കുകയാണ്. സൈലന്റ് വാലിയുടെ ഭവാനിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു വളയമിട്ട പോലെ, ഒരു അരഞ്ഞാണം പോലെയാണ് ഭവാനിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സൈലന്റ് വാലിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജന്തുജാലങ്ങളിലൊന്നാണ് സിംഹവാലൻ കുരങ്ങ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിംഹവാലൻ കുരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് സൈലന്റ് വാലിയുടെ ഏറ്റവും മുഖ്യമായ ഉദ്ദേശങ്ങൾ. 1985 അന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീ രാജീവ് ഗാന്ധി ഈ ദേശീയോദ്യാനം രാജ്യത്തിന് സമർപ്പിച്ചു. 2007 വീണ്ടും 148 സ്ക്വയർ കിലോമീറ്റർ വനങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം ഇന്ന് നിലവിൽ 89.52 സ്ക്വയർ കിലോമീറ്ററാണ് ഈ സൈലന്റ് വാലിയുടെ ആകെ മൊത്തം വിസ്തീർണം. വൈകുന്നേരം 5 മണിയോടുകൂടി ഞങ്ങൾ സൈലന്റ് വാലിയോട് വിട പറഞ്ഞു.
പിന്നീട് ഞങ്ങൾ പോയത് ഗോത്ര ഉത്സവം നടക്കാനുള്ള ചെമ്മണ്ണൂർ ഗ്രാമം സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ശിവരാത്രി നാളുകളിൽ എല്ലാ ഗോത്രക്കാരുടെയും ഒരു സംഗമമായിട്ടുള്ള ഉത്സവം നടക്കാറുണ്ട്. മല്ലീശ്വരമുടിയുടെ തായ്ഭാഗത്തുകൂടി ഒഴുകുന്ന ഭവാനിപ്പുഴയോരം സന്ദർശിക്കലായിരുന്നു ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. തിരികെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങൾ സംഘത്തിലുള്ള 50 പേർക്കും ഒരേ സ്വരത്തിലായിരുന്നു ഈ സൈലന്റ് വാലി യാത്രയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. ഇത്ര മികച്ച ഒരു സംഘാടനം, മികച്ച രീതിയിലുള്ള അവതരണങ്ങൾ എല്ലാം തന്നെ ഈ യാത്രയെ ഞങ്ങളിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. നന്ദി.